പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. സ്പോർട്സ് ന്യൂസ്. ഇന്ത്യയിലെ ഒരു ഇടംകയ്യൻ ബാറ്റർ ഇടനെഞ്ചിൽ ഉറപ്പിച്ചൊരു തീരുമാനമുണ്ടായിരുന്നു. ഇന്നലെ കളം നിറയുമെന്ന്. അതാണ് ഇന്നലെ ഇംഗ്ലണ്ടിനെ തരിപ്പണമാക്കിയതും. സഞ്ജുവിനെയും ഹിറ്റ്മാനെയും മലർത്തിയടിച്ച് അഭിഷേകിന്റെ വെടിക്കെട്ട് റെക്കോർഡ്. ഇംഗ്ലണ്ടിന്റെ ഇന്ത്യൻ പര്യടനത്തിലെ അവസാന മത്സരത്തിലും തകർപ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 150 റൺസിനാണ് ഇന്ത്യ ആ വിജയം നേടിയത്. 2020 ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിജയമാണിത്. ഇതോടെ 4-1 പരമ്പര സ്വന്തമാക്കാനും ഇന്ത്യൻ ടീമിന് സാധിച്ചു. ഇന്ത്യ ഉയർത്തിയ 248 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ട് 97 റൺസിന് പുറത്താവുകയായിരുന്നു. ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് പ്രകടനത്തിന്റെ കരുത്തിലാണ് ഇന്ത്യ വിജയം കുറിച്ചത്. ഇംഗ്ലണ്ട് ടീം നേടിയതിനേക്കാൾ 38 റൺസ് അധികം അഭിഷേക് ശർമ്മ ഒറ്റയ്ക്ക് നേടി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ആദ്യ പന്തിൽ തന്നെ വെടിക്കെട്ടിന് തിരികൊളുത്തുകയായിരുന്നു. ഓപ്പണറായി കളത്തിലിറങ്ങിയ സഞ്ജു 200-ലധികം സ്ട്രൈക്ക് റേറ്റിൽ 16 റൺസുമായി അതിവേഗം പുറത്തായെങ്കിലും അഭിഷേക് റൺസ് ഉയർത്താനുള്ള ചുമതല സ്വയം ഏറ്റെടുക്കുന്നു. 54 പന്ത് നേരിട്ട ഇന്ത്യൻ ഓപ്പണർ 135 റൺസാണ് അടിച്ചെടുത്തത്. 7 4-ഉം 13 6-ഉം അടക്കം 250 എന്ന വെടിക്കെട്ട് സ്ട്രൈക്കിംഗ് റേറ്റിലാണ് താരം സ്കോർ ചെയ്തത്. ക്രിക്കറ്റ് ലോകത്തെ അമ്പരിപ്പിക്കുന്ന പ്രകടനമായിരുന്നു അഭിഷേക് ശർമ്മയുടേത്. ഒടുവിൽ 2020 ഫോർമാറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിന്റെ റെക്കോർഡും സ്വന്തമാക്കിയാണ് താരം കളം വിട്ടത്. വെറും 17 മത്സരങ്ങളിലെ 16 ഇന്നിംഗ്സിൽ നിന്ന് 2 സെഞ്ചുറിയാണ് അഭിഷേക് ഈ ഫോർമാറ്റിൽ നിന്ന് നേടിയത്. ഇതോടെ ഒരു വെടിക്കെട്ട് റെക്കോർഡ് സ്വന്തമാക്കാനും അഭിഷേകിന് സാധിച്ചിരിക്കുകയാണ്. 2020-ൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും കൂടുതൽ സിക്സറുകളാണ് അഭിഷേക് സ്വന്തമാക്കിയത്. 13 സിക്സറോടെയാണ് സൗത്ത് പൗ തന്റെ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. ഇതിനു മുമ്പ് 2017-ൽ ശ്രീലങ്കയ്ക്കെതിരെ രോഹിത് ശർമ്മ നേടിയ 10 സിക്സർ മറികടന്നാണ് അഭിഷേക് ഈ നേട്ടം കൈവരിച്ചത്. മാത്രമല്ല 2024-ൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണും തിലക് വർമ്മയും 10 സിക്സർ നേടിയിട്ടുണ്ട്. മൂവരെയും മറികടന്നാണ് സൺറൈസേഴ്സിന്റെ സൂപ്പർ താരം വെടിക്കെട്ട് റെക്കോർഡ് സ്വന്തമാക്കിയത്. അഭിഷേക് ശർമ്മയ്ക്ക് പുറമെ 13 പന്തിൽ 30 റൺസ് നേടിയ ശിവം ദുബെയും ഇന്ത്യൻ നിരയിൽ തിളങ്ങിയപ്പോൾ 15 പന്തിൽ 24 റൺസ് നേടിയ തിലക് വർമ്മയും മികവ് പുലർത്തി. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 3 പന്തിൽ 2 റൺസുമായി പുറത്തായത് ആരാധകരെ തെല്ലൊന്ന് നിരാശപ്പെടുത്തി. ഇംഗ്ലണ്ടിനായി ബ്രൈഡൻ കാർസ് 3 വിക്കറ്റ് സ്വന്തമാക്കി. മാർക്കൂട്ട് 2 വിക്കറ്റ് എടുത്തപ്പോൾ ജോഫ്രോ ആർച്ചറും ജെയ്മി ഓവർട്ടണും ഓരോ വിക്കറ്റ് വീതവും നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടും അറ്റാക്കിംഗ് അപ്രോച്ച് തന്നെ പുറത്തെടുത്തു. എന്നാൽ ബെൻ ഡക്കറ്റിനെ ഗോൾഡൻ ഡക്കാക്കി ഷമി മിന്നൽ ബോളിംഗ് അറ്റാക്കിന് തുടക്കമിട്ടു. പിന്നാലെ എത്തിയവരിൽ ജേക്കബ് ബേദലിന് മാത്രമാണ് ഇരട്ടയക്കം കാണാൻ സാധിച്ചത്. 7 പന്തിൽ 10 റൺസാണ് താരം നേടിയത്. 23 പന്തിൽ 55 റൺസ് നേടിയാണ് ഫീൽ സോൾട്ട് ഇംഗ്ലണ്ടിനെ വൻ നാണക്കേടിൽ നിന്നും കരകയറ്റിയത്. 3 സിക്സറും 7 4-ഉം അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. ഇന്ത്യക്കായി മുഹമ്മദ് ഷമി 3 വിക്കറ്റ് നേടി. അഭിഷേക് ശർമ്മയും ശിവം ദുബെയും വരുൺ ചക്രവർത്തിയും 2 വിക്കറ്റ് വീതം നേടിയപ്പോൾ രവി ബിഷ്ണോയ് ശേഷിച്ച വിക്കറ്റുകൾ സ്വന്തമാക്കി. 2020 പരമ്പരയ്ക്ക് പിന്നാലെ ഏകദിന പരമ്പരയും സ്വന്തമാക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. 3 മത്സരങ്ങളുടെ ഏകദിനമാണ് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ കളിക്കുക. ഫെബ്രുവരി 6-നാണ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം. VCA സ്റ്റേഡിയമാണ് ഈ മത്സരത്തിന്റെ വേദി. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.